അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അടിപൊളി മാജിക് ഹെയർ കെയർ ട്രിക്കാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. മുടി നന്നായി വളരാനും മുടിയുടെ ചെറുതും വലുതുമായിട്ടുള്ള നര മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ 3 മീഡിയം സൈസ് മുരിങ്ങക്കയാണ് എടുത്തിട്ടുള്ളത്. മുരിങ്ങക്കായും മുരിങ്ങയിലയും മുരിങ്ങപ്പൂവും ഒക്കെ ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തിന് മാത്രമല്ല, നമ്മുടെ മുടി നന്നായി വളരാനും എത്ര നരച്ച മുടിയും നര മാറ്റി കറുത്ത മുടി കിട്ടുന്നതിന് ഏറ്റവും ഫലപ്രദമായ ഒന്നാണ് മുരിങ്ങക്കായ. അപ്പൊ ഇനി ചെറിയ നര വലിയ നര എന്നില്ലാതെ ആയുസിൽ നിങ്ങളുടെ തലയിൽ നര വരില്ല, അത് ഉറപ്പാണ്. അതുകൊണ്ട് വീഡിയോ ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ 3 മീഡിയം സൈസ് മുരിങ്ങയ്ക്കാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നീളത്തിൽ മുരിങ്ങക്കായ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ 3 മുരിങ്ങക്കയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മുരിങ്ങക്കായ 2 ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിന്റെ ഉള്ളിലുള്ള ആ വിത്തുകൾ സ്പൂണിന്റെ മറുവശം വെച്ചിട്ട് ഒന്ന് ചുരണ്ടിയെടുക്കാം. അപ്പൊ 3 മുരിങ്ങക്കയുടെ വിത്തും ഇതുപോലെ ചുരണ്ടി എടുത്തിട്ടുണ്ട്. കണ്ടിലെ ഇച്ചിരിയേ കിട്ടുള്ളൂ. മുരിങ്ങക്കയുടെ വിത്തുകൾ മുടി വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ്. മുടി വളർച്ചയ്ക്ക് മാത്രമല്ല, ചെറുതും വലുതുമായിട്ടുള്ള മുടിയുടെ നരകൾ മാറ്റാനും ഇതിന് കഴിവുണ്ട്. അപ്പൊ 3 മുരിങ്ങക്കയും ഇതുപോലെ ചുരണ്ടി എടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തതായിട്ട് വേണ്ടത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയാണ്. കഴുകി വൃത്തിയാക്കി ഈർപ്പം മുഴുവനും മാറ്റി ഒട്ടും നനവില്ലാത്ത ഡ്രൈ ആയിട്ടുള്ള കറിവേപ്പിലയാണ് വേണ്ടത്. ഞാനിവിടെ 2 കൈപ്പിടി കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത്. മുടി വളർച്ചയ്ക്ക് ഏറ്റവും പറ്റിയ ഒന്നാണ് കറിവേപ്പില. കറിവേപ്പിലയിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ മുടിയെ ശക്തിപ്പെടുത്തും, മുടി കൊഴിച്ചിൽ തടയാനും താരൻ അകറ്റാനും അതുപോലെ തന്നെ നരച്ച മുടി മാറ്റി മുടിക്ക് നല്ല കറുത്ത നിറവും നല്ല തിളക്കവും കിട്ടുന്നതിന് സഹായിക്കും. അതുപോലെ തന്നെ പുതിയ മുടി വളരാനും മുടി കട്ടി തോന്നിക്കാനും വളരുന്ന മുടി പൊട്ടിപ്പോവാതിരിക്കാനും മുടി കൊഴിച്ചിൽ കുറയ്ക്കുവാനും ഈ കറിവേപ്പില സഹായിക്കും. കറിവേപ്പിലയിലുള്ള ബീറ്റാ കാരോട്ടിൻ, അമിനോ ആസിഡുകൾ, അയൺ എന്നിവ മുടി വളർച്ചയെ വേഗത്തിലാക്കുകയും ചെയ്യും. കറിവേപ്പില തലയിലെ രക്തയോട്ടം മെച്ചപ്പെടുത്തി മുടി കൊഴിച്ചിൽ മാറ്റാൻ സഹായിക്കും. കറിവേപ്പില എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയാണ് എടുക്കേണ്ടത്. ഞാനിപ്പോൾ കഴുകി വൃത്തിയാക്കി ഈർപ്പം മുഴുവനും മാറ്റി നനവ് ഒട്ടും ഇല്ലാത്ത ഡ്രൈ ആയിട്ടുള്ള കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേണ്ടത് 2 കൈപ്പിടി കറിവേപ്പിലയാണ്. കഴിവതും കടയിൽ നിന്നും വാങ്ങാതെ വീട്ടിൽ നിന്നും കിട്ടുന്ന കറിവേപ്പില ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. വീട്ടിൽ നിന്നും കറിവേപ്പില കിട്ടിയില്ലെങ്കിൽ മാത്രം കടയിൽ നിന്നും വാങ്ങി കറിവേപ്പില നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഉണക്കി വേണം എടുക്കേണ്ടത്. വെയിലത്ത് വെച്ചല്ല, നമ്മൾ തണലത്ത് വെച്ചാണ് കറിവേപ്പില ഉണക്കി ഈർപ്പമൊന്നുമില്ലാതെ. വീട്ടിൽ നിന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ കടയിൽ നിന്നും കറിവേപ്പില വാങ്ങാവൂ. കഴിവതും വീട്ടിൽ നിന്നും കിട്ടുന്ന കറിവേപ്പിലായിരിക്കും നല്ലത്. അപ്പൊ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് വീട്ടിലുള്ള കറിവേപ്പില ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് അത് ഒന്ന് ഉണക്കി ഡ്രൈ ആക്കിയതായി എടുത്തിട്ടുണ്ട്. ഇനി കറിവേപ്പില മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് വേണ്ടത് കരിഞ്ജീരകമാണ്. കരിഞ്ജീരകം ഇതുപോലെയാണ് ഇരിക്കുന്നത്. കണ്ടാൽ എള്ളു പോലെ തോന്നും. പറഞ്ഞാൽ തീരാത്ത അത്രയും ആരോഗ്യ ഗുണങ്ങൾ കരിഞ്ജീരകത്തിനുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പലതരം അസുഖങ്ങൾ മാറ്റാൻ മാത്രമല്ല, മുടി സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് ഏറ്റവും പറ്റിയ ഒന്നാണ് കരിഞ്ജീരകം. മുടി കൊഴിച്ചിൽ, മുടി പൊട്ടിപ്പോകുന്നത്, അകാല നര മാറുന്നതിനും താരൻ മാറുന്നതിനും അതുപോലെ തന്നെ തലയോട്ടിലെ രക്തയോട്ടം വർദ്ധിപ്പിച്ച് ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കി മുടിക്ക് വേണ്ട പോഷകങ്ങൾ നൽകാനും കരിഞ്ജീരകത്തിന് കഴിവുണ്ട്. അതുപോലെ തന്നെ മുടി നല്ല ഉള്ളോടെ ആരോഗ്യത്തോടെ വളരാനും മുടിക്ക് നല്ല തിളക്കവും മൃദുത്വവും ഒക്കെ നൽകാനും ഒരുപാട് കഴിവുണ്ട് ഈ കരിഞ്ജീരകത്തിന്. കരിഞ്ജീരകം 1 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇതും നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് വേണ്ടത് ഉലുവയാണ്. മുടി വളർച്ചയ്ക്കായി ഉപയോഗിക്കുന്ന ഒന്നാണ് ഉലുവ. ഉലുവയും മുടിയുടെ പല പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു മരുന്നാണ് ഉലുവ. ഉലുവയിലെ അമിനോ ആസിഡുകളാണ് മുടി വളർച്ചയെ സഹായിക്കുന്നത്. മുടി നല്ലപോലെ തഴച്ചു വളരാൻ ഉലുവ ഒരുപാട് സഹായിക്കും. അതുപോലെ തന്നെ മുടിക്ക് നല്ല തിളക്കവും മിനുസവും ഒക്കെ നൽകാനും പുറ്റുപോലുള്ള താരൻ മാറാനും പറ്റിയ ഒന്നാണ് ഉലുവ. ഉലുവയും 1 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇതും ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് വേണ്ടത് കടുകാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ളതാണ് കടുക്. മുടി നല്ലതുപോലെ കറുപ്പിക്കാനും അകാല നര വരാതിരിക്കാനും കടുകിന് കഴിവുണ്ട്. കടുക് സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മുടിയിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള നരകളൊക്കെ മാറ്റി മുടിക്ക് നല്ല കറുത്ത നിറം കിട്ടാൻ സഹായിക്കും. കടുക് ഒരുപാടൊന്നും വേണ്ട, 1 ടീസ്പൂണൊക്കെ മതിയാവും. അതുപോലെ തന്നെ നല്ല ഉള്ളോടെ മുട്ടറ്റ വരെ മുടി വളരാനും മുടിയുടെ അഴകിനും ആരോഗ്യത്തിനും ഏറ്റവും നല്ല ഒന്നാണ് കടുക്. കരുത്തില്ലാത്ത മുടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നത് തടയുന്നതിനും കടുകിന് ഒരുപാട് കഴിവുണ്ട്. നല്ല കരുത്തുള്ള മുടി കിട്ടുന്നതിനും നല്ല തിളക്കവും നിറവും നീളവും കരുത്തും അതുപോലെ തന്നെ നല്ല കറുത്ത മുടി കിട്ടുന്നതിനൊക്കെ കടുക് ഒരുപാട് സഹായിക്കും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം കടുക് എടുക്കുക, അല്ലെങ്കിൽ കടുക് ഒഴിവാക്കിയിട്ട് ബാക്കിയെല്ലാം എടുക്കാവുന്നതാണ്. അപ്പോൾ കടുകും ഒരുപാടൊന്നുമില്ല, 1 ടീസ്പൂൺ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഒരുപാടങ്ങ് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ അതെല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് പൊടിച്ചെടുക്കുമ്പോൾ കിട്ടുന്നത്. ഇനി നമ്മൾ ഒരു ഇരുമ്പിന്റെ കടായിലാണ് എണ്ണ കാച്ചാൻ പോകുന്നത്. അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. നമ്മൾ പൊടിച്ച് വെച്ചതെല്ലാം കൂടിയിട്ട് ഒന്ന് നമുക്ക് വറുത്തെടുക്കണം. നമുക്കിത് കുറച്ച് നാൾ സൂക്ഷിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇത് വറുത്തെടുക്കുക. പൊടിച്ചെടുക്കുമ്പോൾ ഒരു ഈർപ്പം ഉണ്ടാവുമല്ലോ, ആ ഈർപ്പമൊക്കെ മാറി നല്ലതുപോലെ ഡ്രൈ ആയിട്ട് ഒരു കറുത്ത കളറിൽ കിട്ടണം. ഇത് മൂത്ത് ഒരു കറുത്ത കളറിൽ കിട്ടണം. അപ്പോൾ അതുവരെയും ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ആദ്യം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് അതിന്റെ ഈർപ്പൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കാവുന്നതാണ്. ഒരുപാട് ഫ്ലെയിം അങ്ങ് കൂട്ടി വെക്കേണ്ട, എന്നാൽ പിന്നെ ഒരു പുക വരും, അതുണ്ടാവാൻ പാടില്ല. മീഡിയത്തിലോ അല്ലെങ്കിൽ മീഡിയം ടു ഹൈ ഫ്ലെയിമിലോ ഇട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതുപോലെ വറുത്തെടുക്കുന്ന സമയത്ത് നല്ലതുപോലെ ഉണങ്ങി ഡ്രൈ ആയി കിട്ടും. അപ്പോൾ ഇതുപോലെ ഈ ഒരു രീതിക്കാണ് നമ്മൾ വറുത്തെടുക്കുമ്പോൾ കിട്ടുന്നത്. നല്ലതുപോലെ കറുത്ത കളറിൽ ആയി വരണം.
ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതിൻ്റെ ചൂട് മാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ ചൂടെല്ലാം മാറിയിട്ടുണ്ട്. ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇതിട്ട് കൊടുത്ത് ഒന്നുകൂടി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈർപ്പമൊന്നുമില്ലാത്ത നല്ല ഉണങ്ങിയ ഡ്രൈ ആയിട്ടുള്ള മിക്സി വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് കുറേ നാൾ സൂക്ഷിച്ച് വെക്കാനുള്ളതാണ്, അതുകൊണ്ട് ഈർപ്പം ഒട്ടും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ദാ ഇതുപോലെയാണ് പൊടിച്ചെടുക്കുന്നത്. ഈ ഒരു രീതിക്ക് പൊടിഞ്ഞ് വരുമ്പോൾ എല്ലാം വറുത്തെടുത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും. ഇതാ നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഈർപ്പമൊന്നുമില്ലാത്ത ഒരു ഗ്ലാസ് ജാറിൽ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് മാത്രം നമുക്കിത് എടുത്താൽ മതിയാവും. ആവശ്യത്തിന് മാത്രം എണ്ണ കാച്ചുന്ന സമയത്ത് കുറച്ച് എടുക്കുക, വീണ്ടും ഇത് അടച്ച് വെക്കുക. ഇങ്ങനെ തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട്. ഇത് എത്ര വർഷം വേണമെങ്കിലും കേടുകൂടാതെ ഇരിക്കും. ഇനി അടുത്തതായിട്ട് അതേ കടായിൽ തന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ വിത്തുണ്ടല്ലോ, വിത്ത് അല്ലെങ്കിൽ മുരിങ്ങച്ചോറെന്നൊക്കെ പറയും ഇതിന്. വിത്തെന്നും പറയും, മുരിങ്ങച്ചോറെന്നും പറയും. അപ്പോൾ അത് നമുക്ക് ഈർപ്പമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം, നല്ലതുപോലെ ഡ്രൈ ആക്കി എടുക്കണം. അപ്പം ഡ്രൈ ആക്കി എടുത്തില്ല എന്നുണ്ടെങ്കിൽ എണ്ണ പെട്ടെന്ന് ഇല്ലാതാവും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ നനവെല്ലാം നല്ലതുപോലെ മാറി ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്, ഇതിൻ്റെ ഈർപ്പം മുഴുവനും മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ല ശുദ്ധമായിട്ടുള്ള പച്ച വെളിച്ചെണ്ണയാണ്. 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിന് 1 കപ്പ് പച്ച വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ നമ്മൾ വാങ്ങുന്ന സമയത്ത് നിന്നും ആട്ടിയെടുത്ത വെളിച്ചെണ്ണ വേണം എടുക്കാനായിട്ട്. കടയിൽ നിന്നും വാങ്ങുന്ന കെമിക്കൽ അടങ്ങിയ വെളിച്ചെണ്ണ ഒന്നും എടുക്കരുത്, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ശുദ്ധമായ നല്ല വെളിച്ചെണ്ണ നോക്കി എടുക്കുക. നിന്നും വാങ്ങാൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം കടയിൽ നല്ല വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ മാത്രം, ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അതെടുക്കാവൂ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ വെളിച്ചെണ്ണയിൽ നമ്മുടെ ഈ മുരിങ്ങ വിത്ത് അല്ലെങ്കിൽ മുരിങ്ങച്ചോറ് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അതുപോലെ തന്നെ ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ മുരിങ്ങ വിത്ത് ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാനായിട്ട്. വിത്ത് അല്ലെങ്കിൽ മുരിങ്ങച്ചോറിൽ അടങ്ങിയിരിക്കുന്ന സിങ്ക് മുടിയുടെ വേരുകളെ ബലപ്പെടുത്തുന്നു. ഇതിലെ ഇരുമ്പ് തലയോട്ടിലെ രക്തോട്ടം വർദ്ധിപ്പിക്കും. ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ മുടി വരണ്ടു പോകാതെ സംരക്ഷിക്കാനൊക്കെ സഹായിക്കും. അതുപോലെ തന്നെ വിറ്റമിൻ എ, സി, ഇ മുടിയുടെ വളർച്ചയെയും ആരോഗ്യത്തെയും ഒരുപാട് സഹായിക്കും. ഈ മുരിങ്ങച്ചോറിൽ അല്ലെങ്കിൽ മുരിങ്ങ വിത്തിലുള്ള അമിനോ ആസിഡുകൾക്ക് നല്ല ബലം നൽകാനും മാത്രമല്ല മൃദും വലുതുമായിട്ടുള്ള നരകൾ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കുന്നതിന് സഹായിക്കും. എത്ര നരച്ച മുടിയും കുറച്ച് ദിവസം നമ്മൾ ഈ എണ്ണ തേക്കും തോറും ഇതിന്റെ നരയൊക്കെ മാറി കറുത്ത മുടിയായിട്ട് കിട്ടും. അപ്പൊ അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ മുരിങ്ങച്ചോറ് അല്ലെങ്കിൽ മുരിങ്ങ വിത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ദാ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഒരു ഗോൾഡൻ നിറം ആവുന്നത് വരെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. പരുമോ എന്ന് പറയുന്നത് ഇതിന്റെ ചൂട് മാറിയിട്ട് ജസ്റ്റ് കൈ വെച്ചിട്ട് ഒന്ന് പൊടിച്ചു നോക്കുക. ആ ഒരു സമയം ഇത് നല്ലതുപോലെ ഒന്ന് പൊടിഞ്ഞു വരും. ഇതാണ് ഇതിന്റെ പരുവം എന്ന് പറയുന്നത്. അതുവരെയും നമുക്ക് ഇതുപോലെ ഫ്ലെയിം കുറച്ചിട്ടിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എണ്ണ കേടായി പോകും. അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂണിന് പകരം 1.5 ടീസ്പൂൺ 2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മതിയാവും. അപ്പോൾ 1 ടീസ്പൂൺ പൊടിയും കൂടെ ചേർത്ത് പൊടി ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക. ഫ്ലെയിം കൂട്ടിയിടരുത്, ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ ചെയ്യുക. എന്നിട്ട് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഈ എണ്ണ കുറച്ചും കൂടെ പവർഫുൾ ആക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നെല്ലിക്ക പൊടിയാണ്. നെല്ലിക്കപ്പൊടി മുടിക്ക് കരുത്തും ഉൾബലവും അതുപോലെ തന്നെ നല്ല ഉറപ്പും ഒക്കെ നൽകും. നെല്ലിക്കപ്പൊടിയും മുടിക്ക് നല്ല കറുത്ത നിറം കിട്ടാനൊക്കെ സഹായിക്കും. അതും 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. പൊടികൾ ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുത്ത് 2 മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ആക്കും. നമ്മൾ എല്ലാം ഡ്രൈ ആയിട്ടുള്ള പൊടികളല്ലേ ചേർത്ത് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമില്ല. ഈ എണ്ണ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തതിന് ശേഷം ഈ ഇരുമ്പിന്റെ കടായിൽ തന്നെ 1-2 ദിവസം ഇങ്ങനെ തന്നെ വെക്കുക. എന്നാൽ മാത്രമേ ഇതിലുള്ള എല്ലാ ഗുണങ്ങളും എണ്ണയിൽ ഇറങ്ങി കിട്ടുള്ളൂ. ഞാനിപ്പോൾ 2 ദിവസം ഇരുമ്പിന്റെ കടായിൽ തന്നെ വെച്ചിട്ട് എടുത്തിട്ടുള്ള എണ്ണയാണ്. ഇനി ഒരു ബൗളിൽ അരിപ്പ വെച്ചിട്ട്, അതും ഈർപ്പൊന്നുമില്ലാത്ത ബൗൾ വേണം എടുക്കാനായിട്ട്. വൃത്തിയുള്ള ഒരു കോട്ടൺ തുണിയിൽ എണ്ണ നമുക്ക് അരിച്ച് ഒഴിക്കാം. ഇനി എണ്ണ മുറുക്കി പിഴിഞ്ഞെടുക്കാം. ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നല്ല കറുത്ത കളറിലാണ് എണ്ണ ഇരിക്കുന്നത്. നല്ല മണമാണ് ഈ എണ്ണയ്ക്ക്. ഈ എണ്ണ തേക്കുന്നതിലൂടെ ധാരാളം പുതിയ മുടി ഉണ്ടാവുകയും ഉണ്ടാകുന്ന മുടി നരയ്ക്കാതിരിക്കുകയും അകാല നിര മാറുന്നതിനും തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടുന്നതിനും തലയിലെ താരനും പേനും ഒക്കെ മാറി കിട്ടുന്നതിനും അതുപോലെ തന്നെ നല്ല ഉറക്കം കിട്ടാനും തലച്ചോറിന്റെ ഉണർവിനും ഉന്മേഷത്തിനും മാത്രമല്ല ഈ എണ്ണ സ്ഥിരമായിട്ട് തേക്കുന്നതിലൂടെ നെറ്റി കയറുന്നതും കഷണ്ടി മാറി കിട്ടുന്നതിനും ചെറുതും വലുതുമായിട്ടുള്ള നരകളൊക്കെ മാറി കിട്ടുന്നതിനും ദിവസം ഈ എണ്ണ തേക്കുന്നത് നല്ലതാണ്. എണ്ണ തേക്കേണ്ട രീതി എങ്ങനെയാണെന്ന് പറയാം. കുളിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് ആവശ്യത്തിന് എണ്ണ തലയിൽ തേച്ചിട്ട് 5 മിനിറ്റെങ്കിലും തലയോട്ടിയിൽ കൈവിരലുകൾ വെച്ച് മസാജ് ചെയ്യുക. സ്കാൽപ്പിലും തലമുടിയിലും എണ്ണ തേച്ച് പിടിപ്പിക്കുക. സമയം ഇല്ല എങ്കിൽ മാത്രം അരമണിക്കൂർ വെക്കുക. അപ്പോൾ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം അരമണിക്കൂർ വെക്കാം. എല്ലാ ദിവസവും എണ്ണ തേക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഒന്നിടവിട്ടുള്ള ദിവസങ്ങൾ തേക്കുക. അതിനും സമയമില്ല എങ്കിൽ മാത്രം ആഴ്ചയിൽ 2 ദിവസമെങ്കിലും എണ്ണ തേക്കുക. പിന്നെ നിങ്ങൾക്ക് തലേദിവസം വേണമെന്നുണ്ടെങ്കിൽ തേച്ചിട്ട് രാവിലെ കുളിക്കാവുന്നതാണ്. അങ്ങനെയും ചെയ്യാം. ായിട്ട് ഉപയോഗിക്കുന്നതിലൂടെ നല്ല റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്, അത് ഉറപ്പാണ്. ഈ മുടി കൊഴിച്ചിൽ മാറി മുടി പെട്ടെന്ന് വളരാനും ചെറുതും വലുതുമായിട്ടുള്ള നരയൊക്കെ മാറി കഷണ്ടി മാറി കിട്ടുന്നതിനും ഒക്കെ പറ്റിയ എണ്ണയാണിത്. വേണമെന്നുണ്ടെങ്കിൽ മുടിയുടെ ആ മെഴുക്കൊക്കെ ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും താളിയൊക്കെ ഉപയോഗിച്ച് ചെമ്പരത്തി താളിയോ അല്ലെങ്കിൽ താളിയൊക്കെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നുണ്ടെങ്കിൽ ആ താളി ഉപയോഗിക്കുക, അല്ലെങ്കിൽ ചെമ്പരത്തി താളിയോ എന്തെങ്കിലും വെച്ചിട്ട് കഴുകിക്കളയുക. അപ്പോൾ തീർച്ചയായും നല്ല റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ കുളിക്കുന്ന സമയത്ത് കഴുകിക്കളഞ്ഞാൽ മാത്രം മതി. നല്ല റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, അത് ഉറപ്പാണ്.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്